മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സമസ്ത ലീഗ് ഭിന്നതയ്ക്കിടയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ്സ് ഇന്ന് കോഴിക്കോട്ട് ചേരും. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മത നേതാക്കൾക്കും ക്ഷണമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സ്നേഹ സദസ്സിൽ പങ്കെടുക്കും. സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിനു പിന്നാലെ മധ്യസ്ഥ ചർച്ചകൾക്കും നീക്കങ്ങൾ സജീവമാണ്. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വെരി ഗുഡ് മോർണിംഗ് സിനോജ്. എന്തായാലും മുറിവുണക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹ സദസ് എന്നത് ഉറപ്പാണ്. മഞ്ഞുരുകാൻ സാധ്യതയുണ്ടോ ഈ സ്നേഹ സദസ്സിലെങ്കിലും? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. മഞ്ഞുരുകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ. ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് സംസ്ഥയുടെ എല്ലാ നേതാക്കളെയും ഈ സ്നേഹ സദസ്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതായത് സംസ്ഥയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം മാത്രമാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഏതാനും നാളുകളായിട്ട് സംസ്ഥയുടെ നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ സുപ്രഭാതത്തിന്റെ വിഷയം ഉണ്ടാകുന്നത്. ഗൾഫ് എഡിഷന്റെ പുതിയ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ പങ്കെടുക്കുന്നില്ല. അത് വലിയ ചർച്ചയാവുന്നു. തൊട്ട് പിന്നാലെ സുപ്രഭാതത്തിന് ചീഫ് എഡിറ്റർ തന്നെ പരസ്യ പ്രതികരണമായി ലീഗ് അനുകൂല പ്രസ്താവനയുമായിട്ട് വരുന്നു. അത് സംസ്ഥകളിൽ വലിയ ചർച്ചയാവുന്നു, വിശദീകരണം ചോദിക്കുന്നു. അങ്ങനെ ലീഗിനെ അനുകൂലിക്കുന്ന നേതാക്കളും ലീഗിനെ അനുകൂലിക്കാത്ത നേതാക്കളും തമ്മിൽ പരസ്പര പ്രതികരണങ്ങൾ സംസ്ഥകളിൽ നിന്ന് വരുന്നു. ആ ഘട്ടത്തിലാണ് പാണക്കാട് തങ്ങൾ തന്നെ ഒരു സ്നേഹ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പേര് തന്നെ സ്നേഹ സദസ്സാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യവും സൗഹൃദം പങ്കിട്ട് സ്നേഹത്തോടെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നാണ് ഈ സദസ്സിന്റെ ലക്ഷ്യം തന്നെ. ഇതിനു മുൻപ് കേരളത്തിലെ 14 ജില്ലകളിലും കേരളത്തിന് പുറത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പാണക്കാട് തങ്ങൾ നേരിട്ടിങ്ങനെ സൗഹൃദ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഈ സംഗമത്തിൽ പങ്കെടുത്ത മത സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട് കടവ് റിസോർട്ടിൽ ഇങ്ങനെ ഒരു സൗഹൃദ സ്നേഹ സംഗമം നടത്തുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥയുടെ എല്ലാ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ പരിപാടിയോട് കൂടി ഈ സംസ്ഥയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണം നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവസാനിക്കും. സംസ്ഥയുമായിട്ടുള്ള പഴയ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വമുള്ളത്. പാണക്കാട് തങ്ങൾ തന്നെയാണ് സംസ്ഥാന നേതാക്കളെ നേരിട്ട് ക്ഷണിച്ച് പരിപാടിയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം തന്നെ മുൻകൈയെടുത്താണ് ഇങ്ങനൊരു സൗഹൃദ സ്നേഹ സംഗമം കോഴിക്കോട് സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഈ പരിപാടിയോട് കൂടി സംസ്ഥയുമായുള്ള ഭിന്നത മറന്ന് അല്ലെങ്കിൽ പരസ്യ പ്രതികരണം ഒക്കെ തന്നെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വമുള്ളത്. അരുൺകുമാർ, ഓക്കെ സിനോജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹ സദസ്സ് എവിടെ സംഘടിപ്പിച്ചാലും നമ്മളിതിന് പൂർണ്ണ പിന്തുണ നൽകും കേട്ടോ. കാരണം സ്നേഹ സദസ്സ് അത് ലക്ഷ്യങ്ങൾ പലതായിരിക്കാം, പക്ഷേ അപ്പോഴും അതിന് പേരുണ്ടല്ലോ, മനോഹരമായൊരു പേരാണ് സ്നേഹ സദസ്സ്. ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം പലതവണ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഈ സമസ്ത ലീഗിൻ്റെ ആത്മാവും സമസ്തയുടെ ഭൗതിക ശരീരം ലീഗുമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും ആത്മീയ ബന്ധവും തമ്മിൽ ഇഴചേർന്ന് നിൽക്കുന്ന ലീഗ് സമസ്ത ബന്ധത്തിലുണ്ടാവുന്ന വിള്ളൽ ലീഗിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായിട്ടുള്ള വില നൽകേണ്ടി വരുന്ന ഒന്നാണ്. അതേസമയം സമസ്തയുടെ കൂടുതൽ കംഫർട്ടബിളായി നിൽക്കാൻ സാധിക്കുന്നത് ലീഗിൻ്റെ ഫ്രെയിംവർക്കിനുള്ളിലായിരുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം ലീഗിൽ നിന്ന് നടന്നു മാറി ഇടതുമുന്നണിയിലേക്ക് വന്നാൽ അത് പൂർണ്ണമായിട്ടും തടയുക എന്ന ലക്ഷ്യം കൂടി ഈ സ്നേഹ സദസ്സിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.